ശരി, ശരി. ശ്രീ ഏലിയാസ് ജോൺ, അങ്ങയുടെ വിയോജിപ്പ് അങ്ങേക്ക് പറയാം. 2-3 കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. സെബിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. എന്നാ പിന്നെ സെബി ഈ ഡോക്യുമെന്റ് മുഴുവൻ തള്ളിക്കളയണ്ടേ? ഇപ്പൊ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇത് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിന്റെ 2ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് 3ാമത്തെ സ്റ്റേജ് എത്തി. ഈ നിമിഷം വരെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ സെബിയോ ഇതൊക്കെ റിജക്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല. സാർ അതൊന്നും ഉറപ്പ് പറയണം. അത് തള്ളിക്കളഞ്ഞോ? ഇവർ കൊടുത്തിരിക്കുന്നത് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഈ ചർച്ചയുടെ പോലും ആവശ്യമില്ല. അതിന്റെ ബേസിലാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. ഷെയർ വാല്യൂ ഡിവിഷൻ വരും, ഷെയർ വിൽക്കും എന്നൊക്കെ പറയുന്ന ചർച്ച പോലും നടക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് സാറ് തന്നെ തള്ളിക്കളഞ്ഞു, അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ള വിവരം പറയണം. 2ാമത്തത്, സാർ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഇവിടെ ഒരു ജോലിയുമില്ല, പോർട്ടിൽ ഒരു ജോലിയുമില്ല. ഗേറ്റ് തുറക്കാത്തത് കാരണം പോർട്ടിന് പുറത്ത് ഒരു ചായ പോലും അഡീഷണൽ വിൽക്കുന്നില്ല. അപ്പൊ എന്താണ് വേണ്ടത്? കഴിഞ്ഞ 10 വർഷം ഭരിച്ചവരാണ് അതിന് മറുപടി പറയേണ്ടത്. അവർ ഉദ്ഘാടനം വരെ നടത്തി, ഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞു ഉദ്ഘാടനം. അത് രാഷ്ട്രീയം. ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അല്ല, ആദ്യം പറഞ്ഞു രാഷ്ട്രീയം പറയാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. നിങ്ങൾ പത്രപ്രവർത്തനം മാത്രമല്ല, ഇപ്പൊ രാഷ്ട്രീയ രാജു നായരെക്കാളും കൂടുതൽ രാഷ്ട്രീയം നിങ്ങളാ പറയുന്നത്. അദ്ദേഹം വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ്. എത്ര കാലമായി ഇതുമായി ബന്ധപ്പെട്ട സമരം ചെയ്ത വ്യക്തിയാണ്. ശരി, അദ്ദേഹം പറയട്ടെ. അതെനിക്കറിയാം. എന്റെ രാഷ്ട്രീയം വിഴിഞ്ഞം തുറമുഖമാണ്. അത് നന്നായിട്ട് നടക്കണം. ഇനി സാറ് പല വേദികളിലും MT കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സാറുമായിട്ട് ഒരേ പാനൽ പങ്കിടാൻ പറ്റുന്നത്. സാറിന് ഇവിടെ വന്ന കപ്പലുകളുടെ എണ്ണത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന കപ്പലുകൾ MSC ഇഷിക വരുന്ന ഡ്രാഫ്റ്റ് 6.8 മീറ്റർ ആണ്. വരുന്ന ഡ്രാഫ്റ്റ് 6.8 മീറ്റർ, തിരിച്ചു പോകുന്നത് 11.8 മീറ്റർ. 1 ലക്ഷം കേവ് ഭാരമുള്ള ഒരു കപ്പൽ 6 മീറ്ററിൽ നിന്ന് 11.8 മീറ്റർ ആയിട്ട് കപ്പൽ താഴ്ന്നു പോകണമെങ്കിൽ MT കണ്ടെയ്നേഴ്സ് ആണോ അതിനകത്ത് കയറ്റിയത്? ഇനി കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഞാൻ പറയാം. അലക്സാണ്ട്ര, MS അലക്സാണ്ട്ര 14.5 മീറ്റർ ഡ്രാഫ്റ്റുമായിട്ട് വരുന്നു, 16.3 ഡ്രാഫ്റ്റുമായിട്ട് പോകുന്നു. MSC കാനു 8 മീറ്റർ, തൂത്തുക്കുടിയിൽ നിന്ന് റെഗുലർ ഷട്ടിലാണ്. MSC കാനു 8 മീറ്ററിൽ വരുന്നു, 10.1 മീറ്ററിൽ തിരിച്ചു പോകുന്നു. വിൽഡ എക്സ് 13.5 മീറ്ററിൽ വരുന്നു, 15.2 മീറ്ററിൽ തിരിച്ചു പോകുന്നു. MSC റിയോണ 7.1 മീറ്ററിൽ വരുന്നു, 9 മീറ്ററിൽ തിരിച്ചു പോകുന്നു. ഒഴിഞ്ഞ കണ്ടെയ്നർ ആണെങ്കിൽ കപ്പലുകൾ ഇത്രയും താഴ്ന്നെങ്ങനെയാണ് പോകുന്നത് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ? സാർ പല വേദികളിലും വെച്ച് അടിസ്ഥാനരഹിതമായ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സാറിന് പ്രൂഫ് ഉണ്ടെങ്കിൽ കൃത്യമായും അതിന്റെ തെളിവ് പറയണം. ഞങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അദാനി ഗ്രൂപ്പാണ് ഇതിന്റെ കൃത്യമായ കണക്ക്. അദാനി ഗ്രൂപ്പും വിസിലുമാണ് ഈ കണക്ക് പറയേണ്ടത്. ഞങ്ങൾക്കിത് പുറമേ നിന്ന് കാണാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത് സാറേ, ഞാൻ പറയട്ടെ. ഇവിടെ പറഞ്ഞു ഒരു കണക്കുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ വരുന്ന കപ്പലുകൾക്ക് ഒരു കണക്കുമില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ കണക്ക് പുറത്തുവിടുന്നത് വിസിലാണ്. ആദ്യത്തെ കണക്ക് 1005 കപ്പലായി എന്നുള്ള വിവരം പുറത്തുവിട്ടത് വിസിലാണ്. ഞങ്ങൾ കൃത്യമായി വിസിലിനേക്കാൾ ജാഗ്രതയോടെ ഞങ്ങൾ ഈ കണക്കുകൾ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ആരും കണക്ക് നോക്കുന്നില്ല, അദാനി പറയുന്ന കണക്ക് മാത്രമാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിഷ്യമാണ്. ഇനി എന്ത് ഗുണം ഈ പോർട്ട് കൊണ്ട്, എന്ത് ഗുണമെന്ന് ചോദിച്ചു. അല്ല, MSC കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അവർ നടത്തിയിരിക്കുന്ന ഇതിനു മുമ്പ് അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ. അതിനിവിടെ ഒരു രാജ്യമുണ്ട്, ഭരണഘടനയുണ്ട്, നിയമമുണ്ട്. നമ്മുടെ ഈ കരാറിനകത്ത് കൃത്യമായി അത് പറയുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പിടിക്കണം. നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരെ. MSC പിടിക്കണം, പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്ത് വെക്കണം. For the avoidance of doubt, it is expressly agreed that approval of the authority hereunder shall be limited to national security. നാഷണൽ സെക്യൂരിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ MSC വിഴിഞ്ഞം തുറമുഖം കള്ളക്കടത്തിന് വേണ്ടിയും മയക്കുമരുന്ന് കടത്തിന് വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ കരാർ നമുക്ക് റദ്ദാക്കാം. ഞാൻ കൂടെ നിൽക്കാം നിങ്ങളുടെ കൂടെ. തെളിവില്ലാതെ കാടടച്ച് വെടിവെക്കരുത്. 1005 കപ്പൽ ഓടിക്കുന്ന ഒരു കമ്പനി 2 ലക്ഷം പേർക്കാണ് ലോകം മുഴുവൻ ജോലി കൊടുക്കുന്നത്. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി വേണം, DYFI പിള്ളേർക്ക് ജോലി വേണം, AIYF പിള്ളേർക്ക് ജോലി വേണം, കോൺഗ്രസിലെ പിള്ളേർക്ക്, യൂത്ത് കോൺഗ്രസിലെ പിള്ളേർക്ക് ജോലി വേണം. അല്ലാതെ ഇവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഓടിക്കുക, അവരെല്ലാം കള്ളക്കടത്തും കഞ്ചാവുമാണ് എന്ന് പറഞ്ഞ അടിസ്ഥാനരഹിതമായ മറ്റേതെങ്കിലും പോർട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ സാർ അത് പറയുക. അത് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. വിഴിഞ്ഞത്ത് നടന്നിട്ടുണ്ടോ സാർ പറയുക. ഇവിടെ കൃത്യമായ ഒരു നിയമമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം.
ഇവിടെ ഒരു കപ്പൽ വന്നു, പാകിസ്ഥാനിൽ നിന്ന് ഒരു കപ്പൽ വന്നു, കറാച്ചിയിൽ നിന്ന് വന്ന കപ്പലിനെ കുറിച്ചുള്ള നിയമം എന്തറിയാമോ ഇന്ത്യയില്? അവിടെ നിന്ന് കറാച്ചിയിൽ നിന്ന് കയറ്റുന്ന ഒരു കാർഗോ പോലും ആ കപ്പലിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു കാർഗോ പോലും വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കാൻ പാടില്ല. പാകിസ്ഥാനിലെ ഒറ്റ ജീവനക്കാരൻ ആ കപ്പലിൽ ഉണ്ടാവാൻ പാടില്ല. MSC കൊണ്ടുവന്നു. ഒരു കണ്ടെയ്നറും ഇല്ലാതെ ഒരു കപ്പൽ കറാച്ചിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണ്? ഇവിടുത്തെ കണ്ടെയ്നർ അവർക്ക് പലയിടത്തും എത്തിക്കണം. അത്രയും റിസ്ക് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് MSC. അങ്ങനെയുള്ള ഒരു കമ്പനി രാജ്യസുരക്ഷയ്ക്ക്, പാകിസ്ഥാനിലെ കപ്പൽ ഇവിടെ വന്നല്ലോ, ട്രിവാൻഡ്രത്ത് വന്നല്ലോ, അങ്ങനെ വന്നു സുരക്ഷിതമായി ഇവിടുത്തെ ഇമിഗ്രേഷന്റെയും കസ്റ്റംസിന്റെയും എല്ലാ പരിശോധനയും കഴിഞ്ഞ് ആ കപ്പൽ മടങ്ങിപ്പോയല്ലോ. കിങ് അബ്ദുള്ള പോർട്ടിലോട്ടാണ് പോയത്, സൗദി അറേബ്യയില്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രാഫിക് നടക്കുന്ന ഒരു പോർട്ടിനെ കുറിച്ച് ലോകത്ത് പലയിടത്തും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഇത്രയും പാടുപെട്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ 5500 ശിഷ്ടം കോടി രൂപ എടുത്ത് മുടക്കിയ ഒരു പ്രൊജക്ടിനെ ഇത്രയും താറടിക്കുന്നത് സാറിന്റെ പദവിയിൽ യോജിച്ചതല്ല. സാറിനെ പോലുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾക്ക് യോജിച്ചതല്ല. സാറിന് എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവേത് അങ്ങനെ തീർക്കുക. സാറിന് കേസ് കൊടുക്കാം, ഹൈക്കോടതി ഉപയോഗിക്കാം, ആ ഫോറമൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നാളെ വളരെ വളരെ താല്പര്യത്തോടെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ സ്വപ്നം കാണുന്ന ഒരു പ്രൊജക്റ്റാണ്. അവരുടെ ഭാവി, മരുഭൂമിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ ഭാവി. യൂറോപ്പിൽ നിന്ന് 40 ഡിഗ്രിയാണ് ചൂട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ്. യൂറോപ്പിൽ 40 ഡിഗ്രിയാണ് ചൂട്. ഒരു വീട്ടിൽ പോലും ഫാൻ ഇല്ല. കാരണം അവർക്ക് ഒരു കാലത്തും ഫാൻ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള യൂറോപ്പിൽ പഠിക്കുകയും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ പ്രോജക്റ്റിനെ കാണുന്നത്. ദയവേത് ഞാൻ കൈകൂപ്പി നിങ്ങളോട് ചോദിക്കുകയാണ്, കേരളം രക്ഷപ്പെടാനുള്ള ഒരു അവസാനത്തെ അവസരമാണ്. ഇതുകൂടെ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ നാട് നശിപ്പിക്കാം. Debate with Smriti Parathikkad.